അപ്പോഴേ ഇന്നലെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കസിൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചാപ്പാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉമ്മിച്ചൊക്കെ ആദ്യം ഇറങ്ങിയായിരുന്നു. പിന്നെ ഞാനും വാപ്പിച്ചും പിള്ളേരും കൂടി ഒരു ഓട്ടോക്കാണ് പിന്നെ പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന ശേഷം കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ചെന്ന പാടെ തന്നെ ഫുഡിൽ കയറി പിടിച്ചു എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നത് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നേ. എന്നിട്ട് ഒന്നും നോക്കിയില്ല, അങ്ങോട്ടും നമ്മളെന്ന് പറഞ്ഞിട്ട് അടിച്ച് കയറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ പിള്ളേരായിട്ടൊന്ന് വെറുതെ ചുമ്മാ രണ്ടൊന്ന് സ്റ്റെപ്പൊക്കെ വെക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. പിന്നെ മക്കൾക്ക് സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീ ടൈം ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടി വന്നിരുന്നിട്ട് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര കഥയാണ്. അത് ഇതിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റില്ല, ഭയങ്കര കലവിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സംതൃപ്തി അടയുന്ന എൻ്റെ ബ്രദേഴ്സിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൽ നിർവൃതി കൊണ്ടിരിക്കുന്ന ഞാനും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. എന്താ ചെയ്യാനാണ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി പോയില്ലേ.